പ്രണയതാണ്ഡവം. രചന സംഭാഷണം രുദ്രപ്രിയ. ലക്ഷ്മി ഇപ്പോൾ ആദിയുടെ ഓഫീസിൽ ജോലിക്ക് കയറിയിട്ട് ഏകദേശം 1 വർഷത്തോളമായി. മീരയോടൊപ്പം നിന്ന് കാര്യങ്ങളൊക്കെ വളരെ വേഗം പഠിച്ചെടുത്തു. ഇപ്പോൾ ഒരു ദിവസം മീര ഇല്ലെങ്കിലും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ ലക്ഷ്മിക്ക് നന്നായിട്ടറിയാം. രാവിലെ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട് ആദി എറണാകുളം വരെ പോയിരിക്കുകയാണ്. ഓഫീസ് കാര്യങ്ങൾ നോക്കാൻ മീരയും ലക്ഷ്മിയുമുണ്ട്. ബാലയ്ക്ക് ഇപ്പോൾ പ്രസവത്തിൻ്റെ ഡേറ്റ് എടുത്തിരിക്കുകയാണ്. ആദി ഇപ്പോൾ കൂടുതൽ സമയവും അവളെ നോക്കാനായി വീട്ടിൽ തന്നെയാണ്. ഇതിനിടയിൽ ഒരു വട്ടം ആദിയെയും ബാലയെയും കാണുന്നതിനായി അനിലും അമ്മയും ചേർന്ന് പഞ്ചായത്ത് പ്രസിഡന്റിനെയും കൂട്ടി മംഗലത്തേക്ക് ചെന്നു. പ്രസിഡന്റിനെ ഞങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലേ? എപ്പോഴും അയാളെ കൂടി വിളിച്ചുകൊണ്ട് പോകുന്നതിൽ ശരിക്കും പറഞ്ഞാൽ അനിലിന് വിഷമമുണ്ടായിരുന്നു. താൻ അങ്ങനെയൊന്നും വിചാരിക്കേണ്ടടോ. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ? എനിക്ക് അത്രയും അടുത്തറിയുന്ന കുടുംബമല്ലേ? അതുകൊണ്ട് ഇതൊന്നും വലിയ ബുദ്ധിമുട്ടല്ല. വിരുന്നുകാരെ കണ്ടപ്പോൾ ആദ്യം അവരെ വലിയ കാര്യത്തോടെ തന്നെ ക്ഷണിച്ചകത്തേക്കിരുത്തി. എന്നാൽ ബാലയ്ക്കിപ്പോഴും അനിലിനോട് ചെറിയൊരു നീരസം ബാക്കിയുള്ളതുപോലെ. അത് മനസ്സിലാക്കിയ അനിൽ തന്നെയാണ് ആദ്യം സംസാരിച്ചു തുടങ്ങിയത്. തുടരെ വന്ന് ബുദ്ധിമുട്ടിക്കുന്നു എന്ന് കരുതരുത് ആദിയേട്ടാ. പ്രായത്തിൻ്റെ പക്വതയില്ലായ്മയിൽ ചില തെറ്റുകളൊക്കെ എനിക്കും സംഭവിച്ചിട്ടുണ്ട് ചേച്ചി. പക്ഷേ എല്ലാം മനസ്സിലാക്കാൻ കുറച്ചധികം സമയം വേണ്ടി വന്നു. ഞാൻ കാരണമുണ്ടായ എല്ലാ പ്രശ്നങ്ങൾക്കും മാപ്പ് ചോദിക്കുകയല്ലാതെ എനിക്കിപ്പോൾ മറ്റൊന്നും കഴിയില്ല. ഇടയ്ക്ക് ഞാൻ ആദ്യേട്ടനെ കണ്ട് സംസാരിച്ചിരുന്നു. ഏട്ടൻ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ അമ്മയെയും കൂട്ടി വന്നത്. നിങ്ങളുടെ മറുപടി എന്തു തന്നെ ആയാലും അത് തുറന്നു പറഞ്ഞോളൂ. അനിൽ അത്രയും കാര്യമായി സംസാരിച്ചപ്പോൾ ബാല ആദിയുടെ മുഖത്തേക്ക് നോക്കി. ഈയൊരു കാര്യത്തിന് തീരുമാനം പറയേണ്ടത് ഞങ്ങൾ ആരുമല്ലല്ലോ, ലക്ഷ്മിയല്ലേ? അവൾ ഓഫീസിൽ നിന്ന് വരുന്ന സമയമായിട്ടേ ഉള്ളൂ. എന്തായാലും താൻ വന്നതല്ലേ, ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യേ. അതിനകം ലക്ഷ്മി ഇങ്ങി വരും. അപ്പോഴേക്കും അവർക്ക് കുടിക്കാനുള്ളതുമായി കമലമെത്തി. അനിലിനെയും അമ്മയെയും കമലത്തിന് പെട്ടെന്ന് മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്ക് ബാലയോട് കണ്ണും കൈയും ഒക്കെ കാണിക്കുന്നുണ്ട്. മോള് കുറച്ച് അധിക സമയമായി ഇരിക്കുന്നില്ലേ? അല്പനേരം എഴുന്നേറ്റ് നടക്ക്. മംഗലത്തമ്മ പറഞ്ഞപ്പോൾ ബാല പതിയെ ആദിയുടെ അടുത്തു നിന്നും എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി. ആരാ ബാലമോളെ ആ വന്നിരിക്കുന്ന? ആ പയ്യനെ എവിടെയോ കണ്ടു മറന്നതുപോലെ. ബാലയ്ക്ക് ആദ്യം അവരോട് എന്ത് പറയണമെന്ന സംശയമായി. പക്ഷേ പണ്ടത്തെ കമലത്തിൽ നിന്നും ഇപ്പോൾ മുന്നിൽ നിൽക്കുന്ന കമലത്തെ അത്രയും നന്നായി അറിയാവുന്നത് കൊണ്ട് തന്നെ ആദ്യമുണ്ടായിരുന്ന ബുദ്ധിമുട്ട് മാറി. അത് ലക്ഷ്മിയുടെ ആ പയ്യനാണ് കമലേച്ചി. കൂടിയിരിക്കുന്നത് അവൻ്റെ അമ്മ. അവനിപ്പോൾ ചെറിയ രീതിയിൽ ബിസിനസ്സൊക്കെ ചെയ്യുന്നുണ്ട്. ലക്ഷ്മിയെ വിവാഹം ആലോചിച്ച് വന്നതാണ്. കമലത്തിന് ബാല പറയുന്നത് കേട്ടപ്പോൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആണോ കുഞ്ഞേ? അതൊരു നല്ല കാര്യമല്ലേ? ആ പയ്യന് തെറ്റ് മനസ്സിലായി. ലക്ഷ്മി മോൾക്കൊരു ജീവിതം കൊടുക്കാൻ തോന്നി വരുമ്പോൾ നമ്മളത് സമ്മതിക്കുകയല്ലേ വേണ്ടത്? പിള്ളേരെ പ്രായത്തിൻ്റെ എടുത്തുചാട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അവൻ അത്ര ആത്മാർത്ഥമായി വരുമ്പോൾ. കമലം പറയുമ്പോൾ ബാല മറുപടി ഒന്നും പറഞ്ഞില്ല. നമ്മളല്ലല്ലോ ചേച്ചി, ലക്ഷ്മിയല്ലേ തീരുമാനിക്കേണ്ടത്. അത് ശരിയാണ്, ലക്ഷ്മി കുഞ്ഞിൻ്റെ സമ്മതം വേണം. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ മുറ്റത്തൊരു സ്കൂട്ടി വന്നു നിന്നു. ലക്ഷ്മി അതിൽ നിന്നും ഇറങ്ങി അകത്തേക്ക് വന്നപ്പോൾ അനിലിൻ്റെയും അമ്മയുടെയും നോട്ടം അവളിൽ തന്നെയായി. അനിലിൻ്റെ മുഖം അവളെ കണ്ടപ്പോൾ വിടരുന്നത് ആദ്യം പ്രത്യേകം ശ്രദ്ധിച്ചു. എന്നാൽ സത്യം പറഞ്ഞാൽ ലക്ഷ്മി അതിഥികളെ ശ്രദ്ധിച്ചതേയില്ല എന്നതാണ് കാര്യം. അകത്തേക്ക് കയറി വരുമ്പോഴാണ് പെട്ടെന്ന് അവളുടെ നോട്ടം അനിലിൽ തറച്ചത്. ഓടി ഒളിക്കാനോ ഒഴിഞ്ഞു മാറാനോ കഴിയാത്ത വിധം അവൻ്റെ മുന്നിലായിപ്പോയി. എന്നാൽ അവളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയ ആദി എഴുന്നേറ്റ് ചെന്ന് അവളുടെ കയ്യിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് കൊണ്ടിരുത്തി. മുൻപൊരിക്കൽ ഞാൻ നിന്നോട് അനിലിൻ്റെ കാര്യം സൂചിപ്പിച്ചിരുന്നു. അന്ന് നീ മറുപടിയൊന്നും പറയാതെ ഒഴിഞ്ഞു മാറി. ആ കാര്യത്തിന് ഒരു അവസാന തീരുമാനം അറിയുന്നതിന് വേണ്ടിയാണ് അനിലും അമ്മയും വന്നിരിക്കുന്നത്. മുമ്പ് പറഞ്ഞത് തന്നെയാണോ നിനക്കിപ്പോഴും പറയാനുള്ളത്? ഒറ്റയടിക്കുള്ള ആദിയുടെ ചോദ്യം കേട്ടപ്പോൾ അവൾ നിസ്സഹായയായി അവനെ നോക്കി. ആദിയേട്ടാ, എനിക്ക് ലക്ഷ്മി വാക്കുകൾക്ക് വേണ്ടി വല്ലാതെ തപ്പിപ്പിറക്കി. അപ്പോഴേക്കും ബാല അവളുടെ അടുത്തേക്ക് വന്നു. ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും തീരുമാനമെടുക്കാൻ കഴിയില്ല ലക്ഷ്മി. നീ തന്നെയാണ് ഇതിൽ തീരുമാനമെടുക്കേണ്ടത്. നിന്റെ തീരുമാനം അറിഞ്ഞിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ഞങ്ങൾക്ക് തീരുമാനിക്കാൻ. അവളുടെ ധർമ്മസങ്കടം കണ്ടപ്പോൾ ആദിയേട്ടനും ബാലേച്ചിക്കും ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ ലക്ഷ്മിയുമായി അല്പം സംസാരിച്ചോട്ടെ. അനിൽ വല്ലാത്തൊരു വീർപ്പുമുട്ടലോടുകൂടി ആദിയോട് ചോദിക്കുമ്പോൾ ആദി ബാലയുടെ മുഖത്തേക്ക് നോക്കി. അവളതിന് സമ്മതം പറഞ്ഞതും
അനിൽ വീടിന് പുറത്തേക്കുള്ള സ്റ്റെപ്പ് ഇറങ്ങി ഒഴിഞ്ഞൊരു കോണിൽ മാറി നിന്നു. തൊട്ട് പിന്നാലെ തന്നെ ഒട്ടും നിവർത്തിയില്ലാതെ ലക്ഷ്മിയും ചെന്നു. ഇതിനിടയിൽ ഉണ്ണിക്കുട്ടനെ വിളിച്ച് വിവരം പറഞ്ഞതുകൊണ്ട് തന്നെ സുമയും ഉണ്ണിക്കുട്ടനും കൂടി മംഗലത്തെത്തിയിരുന്നു. അവരുടെ ഒപ്പം ജയയും കൂടി ഉണ്ടായിരുന്നു. അവർ ഗേറ്റ് കടന്ന് അകത്തേക്ക് വരുമ്പോൾ കാണുന്നത് അനിലിൻ്റെ പിന്നാലെ നടന്നു പോകുന്ന ലക്ഷ്മിയാണ്. 3 പേരുടെയും നോട്ടം പൂമുഖത്തിരിക്കുന്ന അതിഥികളിലായി. സുമ അനിലിൻ്റെ അമ്മയെയും പ്രസിഡൻറ്റിനെയും നോക്കി ചിരിച്ചു എന്ന് വരുത്തിക്കൊണ്ട് ബാലയുടെ അടുത്തേക്ക് ചെന്നു. അനിലിൻ്റെ അമ്മയ്ക്ക് ആദ്യം എല്ലാവരോടും സംസാരിക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും പിന്നീട് കാര്യങ്ങൾ തുറന്നു പറയാതിരുന്നാൽ ശരിയാവില്ല എന്ന ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് തന്നെ അവർ സംസാരിച്ചു തുടങ്ങി. കുറച്ച് നാളായി അവൻ എന്നോട് ഈ ആഗ്രഹം പറഞ്ഞു തുടങ്ങിയിട്ട്. തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ലല്ലോ ലക്ഷ്മിയുടെ അമ്മേ. പ്രായത്തിൻ്റെ പക്വതയില്ലായ്മയിൽ കുഞ്ഞുങ്ങൾക്ക് തെറ്റ് പറ്റി. അത് കഴിഞ്ഞ് ഇത്രയും വർഷമായിട്ടും അവൻ്റെ മനസ്സിലിപ്പോഴും ലക്ഷ്മിക്ക് സ്ഥാനമുണ്ട്. അവളെ മോശക്കാരിയായി കാണണമെന്ന് വിചാരിച്ച് ഒന്നും ചെയ്തതല്ല. കൂട്ടുകാരൊക്കെ കൂടിയപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോയി. കാര്യങ്ങളെല്ലാം അവൻ തിരിച്ചറിഞ്ഞപ്പോൾ സമയം ഒരുപാട് വൈകിപ്പോയി. ഇപ്പോൾ അവൻ സ്വന്തമായി ജീവിതം കരുപിടിപ്പിക്കുന്നുണ്ട്. അവൻ്റെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചപ്പോൾ എല്ലാവർക്കും സമ്മതമാണെങ്കിൽ നമുക്ക് ഈ ബന്ധവുമായി മുന്നോട്ട് പോകാം. അതുകൊണ്ടാണ് അവൻ ആദ്യം പ്രസിഡൻറ്റിനോട് കാര്യങ്ങൾ സംസാരിച്ചത്. അതുവഴി ആദ്യം അറിഞ്ഞു. പക്ഷേ എല്ലാവരെക്കാളും മുഖ്യമായി സമ്മതം വേണ്ടത് ലക്ഷ്മിയുടെ അല്ലേ? മക്കൾ തമ്മിൽ സംസാരിച്ച് നല്ലൊരു തീരുമാനമെടുക്കട്ടെ അല്ലേ? അനിലിൻ്റെ അമ്മ പറഞ്ഞു നിർത്തുമ്പോൾ ബാലയ്ക്കും മംഗലത്തമ്മയ്ക്കും സുമയ്ക്കും ജയിക്കും ഒന്നും മറുപടിയില്ലായിരുന്നു. കാരണം അത്രയും ആത്മാർത്ഥമായിട്ടായിരുന്നു അവരതൊക്കെ പറഞ്ഞത്. അനിലിൻ്റെ പിന്നാലെ ചെന്ന് നിന്ന് സമയമേറെയായും ഇരുവരും പരസ്പരം സംസാരിച്ചു തുടങ്ങിയില്ല. ഒടുവിൽ അനിൽ തന്നെയാണ് ആ മൗനത്തിന് വിരാമം കുറിച്ചത്. തെറ്റുകൾ എനിക്കും പറ്റിയിട്ടുണ്ട് ലക്ഷ്മി. കൂട്ടുകാർ ഓരോന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചപ്പോൾ ഞാനും തെറ്റ് ചെയ്തു. പക്ഷേ ഒരിക്കലും നിന്നെ ചതിക്കണമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഞാൻ നിന്നെ സ്നേഹിച്ചത് ആത്മാർത്ഥമായി തന്നെയാണ്. പക്ഷേ അത് തിരിച്ചറിയാൻ കാലതാമസമെടുത്തു. ഇപ്പോഴും ഞാൻ നല്ലവനാണെന്ന് ഒന്നും അവകാശപ്പെടുന്നില്ല. ഇപ്പോഴുള്ള ആണുങ്ങൾക്കുള്ള എല്ലാ സ്വാർത്ഥ കാര്യങ്ങളും എനിക്കുമുണ്ട്. പക്ഷേ അതിനേക്കാളെല്ലാം ഉപരി ഞാൻ ആദ്യമായി സ്നേഹിച്ച, ഞാൻ ആദ്യമായി സ്വന്തമാക്കിയ നിന്നെ എനിക്കിതുവരെ മറക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരണമെന്ന് അമ്മ പറഞ്ഞപ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ എനിക്ക് നിൻ്റെ പേര് പറയാൻ കഴിഞ്ഞത്. നിൻ്റെ ഉള്ളിൽ എന്നോട് ആ പഴയ ഇഷ്ടത്തിന് അല്പമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. നമുക്ക് ഒരുമിച്ചൊരു ജീവിതം തുടങ്ങിക്കൂടി. അത്രയും ആത്മാർത്ഥതയോടുകൂടി വർഷങ്ങൾക്കിപ്പുറമുള്ള അനിലിൻ്റെ ആ പറച്ചിൽ ലക്ഷ്മിയെ പഴയ ലക്ഷ്മിയാക്കി മാറ്റി. എത്രയൊക്കെ ദുഷ്ടതരം എൻ്റെ ബാലയിച്ചോട് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ നിങ്ങളെ ആത്മാർത്ഥമായാണ് സ്നേഹിച്ചത്. പക്ഷേ എൻ്റെ അറിവില്ലായ്മയെ നിങ്ങൾ നല്ലവണ്ണം മുതലെടുത്തു. എല്ലാവർക്കും ഞാനൊരു നികൃഷ്ട ജീവിയായി മാറി. കുടുംബത്തിൻ്റെയും നാട്ടുകാരുടെയും മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ കഴിയാത്തത്ര ഞാൻ അന്യയായി. എല്ലാവർക്കും അവിടെ നിന്നൊക്കെ ഇന്ന് കണ്ട ലക്ഷ്മിയിലെത്താൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. എൻ്റെ കൂടെ ഇടവും വലവുമായി ആദ്യേട്ടനും ചേച്ചിയും മാത്രമേ അവസാനമുണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞതൊക്കെ മറന്ന് പുതിയൊരു ജീവിതം തുടങ്ങാൻ ഞാൻ നിന്നെ ക്ഷണിച്ചാൽ നീ എന്നോടൊപ്പം വരില്ലേ ലക്ഷ്മി? അത്രയും ആത്മാർത്ഥമായി കണ്ണു നിറച്ച് ഒച്ചയിടറിക്കൊണ്ട് അനിൽ ചോദിക്കുമ്പോൾ അവളും കണ്ണുനീരൊഴുക്കുകയായിരുന്നു. കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ 2 പേരുകളും തെറ്റ് ചെയ്തു. ഇനിയും ഈ കണ്ണ് നിറയാതെ ജീവിതകാലം മുഴുവൻ ഉള്ളതുകൊണ്ട് ഞാൻ നിന്നെ നോക്കിക്കൊള്ളാം. എന്നോട് ക്ഷമിക്കാൻ കഴിയുമോ ലക്ഷ്മി നിനക്ക്? അവളുടെ കൈകൾ രണ്ടും ചേർത്ത് അവൻ്റെ നെഞ്ചിലേക്ക് വെച്ചുകൊണ്ട് അനിൽ ചോദിക്കുമ്പോൾ ഈ നെഞ്ചിൻ്റെ ശ്വാസം നിൽക്കുന്നത് വരെ ഞാൻ പൊന്നുപോലെ നോക്കിക്കൊള്ളാം. ഈ മൗനം ഞാൻ എനിക്കുള്ള സമ്മതമായി കരുതിക്കോട്ടെ. അതിനവൾ മറുപടി പറയാതെ മുഖമുയർത്തി അവനെ നോക്കി. എൻ്റെ മനസ്സിൽ അന്നും എന്നും നിങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ എൻ്റെ വിശ്വാസം അത് നിങ്ങൾ വല്ലാതെ തകർത്ത് കളഞ്ഞു. എല്ലാം പഴയതുപോലെ ആകാൻ ചിലപ്പോൾ ഇനിയും സമയം ആവശ്യമായി എന്ന് വരും. അതുവരെ കാത്തിരിക്കാൻ നിങ്ങൾക്ക് തയ്യാറാണെങ്കിൽ ഈ വിവാഹാലോചനയുമായി നമുക്ക് മുന്നോട്ട് പോകാം. പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ കൈ നീട്ടുമ്പോൾ അവൻ ഞെട്ടിക്കൊണ്ട് കൈ ചേർത്ത് പിടിച്ചു. കൈകൾ രണ്ടും കൊരുത്ത് പിടിച്ചുകൊണ്ട് ഒതുക്കുകൾ കയറി വരുന്നവരിലായിരുന്നു എല്ലാ പേരുടെയും ശ്രദ്ധ. സുമയും ജയയും മംഗലത്തമ്മയും ബാലയുമൊക്കെ കണ്ണുനീർ തുടച്ചു. ഒപ്പം തന്നെ അനിലിൻ്റെ അമ്മയും. എല്ലാവർക്കും സന്തോഷമായിരുന്നു. ഒടുവിൽ അവർ തമ്മിൽ ഒന്നായപ്പോൾ
ആ സന്തോഷം ഇരട്ടിയായി. പരസ്പരം സ്നേഹിച്ചും വിശ്വസിച്ചും അവരുടെ ജീവിതം മുന്നോട്ട് പോകട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയോടുകൂടി തന്നെ പ്രണയതാണ്ഡവം ഇവിടെ ഞാനും അവസാനിപ്പിക്കുന്നു. ബാലയിൽ തുടങ്ങിയ എൻ്റെ ഈ കഥ ഇപ്പോൾ ലക്ഷ്മിയിൽ വന്ന് അവസാനിപ്പിക്കുമ്പോൾ എഴുതാനുള്ളതൊക്കെ ഞാനിതിൽ എഴുതിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി അവരുടെ ഡെലിവറിയും വിവാഹവുമായി മുന്നോട്ട് പോയാൽ അത് ഇതുവരെ പറഞ്ഞ കഥയിൽ നിന്നും വ്യത്യസ്തമായി പോകും. അതുകൊണ്ട് ഇത്രയും നാൾ വായിച്ച് സപ്പോർട്ട് ചെയ്ത എല്ലാവരും ഒരുപാട് നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നിറയെ സ്നേഹത്തോടെ രുദ്രപ്രിയ. ബാക്കി ചാനലുകളുടെ സ്റ്റോറികൾ കൂടി വായിച്ച് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. ഓടിച്ചു നിർത്തി എന്നൊരു കമൻറ്റ് മാത്രം പറയരുതേ. കാരണം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ഇട്ട സ്റ്റോറിയാണിത്. പ്രതിലിപി എന്ന ആപ്ലിക്കേഷനിൽ ഞാൻ എഴുതി തീർത്തതിനേക്കാൾ ഭംഗിയായി ഇവിടെ എഴുതി തീർക്കാൻ എനിക്ക് സാധിച്ചു എന്ന് കരുതുന്നു. ഇനി പ്രണയതാണ്ഡവത്തിന് വേണ്ടി ആരും കാത്തിരിക്കണ്ട. നിറയെ സ്നേഹത്തോടെ രുദ്രപ്രിയ.